ഇനി പാലക്കാടേക്ക് നമുക്ക് പോകണം. പാലക്കാട് കുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുണ്ടായ RSS ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലയിലെ 2500 യൂണിറ്റിലും ഡിവൈഎഫ്ഐ പ്രതിഷേധ കാരൽ സംഘടിപ്പിക്കും. ആക്രമണത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയ കൃഷ്ണകുമാറിനെതിരെയും ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു. കൃഷ്ണകുമാർ ഇന്നലെ നടത്തിയ പ്രതികരണം കേൾക്കാം. മദ്യപിച്ച് CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIMന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടു? ഈ കരോൾ സംഘത്തിൽ പോയ വ്യക്തികളും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളും തമ്മിൽ അവിടെ വ്യക്തിവൈരാഗ്യമുണ്ട്. അവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ്. അതിനെ RSSന്റെയും ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. മതസൗഹാർദ്ദം തകർക്കാനുള്ള RSS BJP നീക്കമാണ് നടന്നത് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് BJP ആഗ്രഹിച്ച പിന്തുണ ലഭിക്കാത്തതിന്റെ പ്രതികാരമാണ് ആക്രമണമെന്നും ആരോപണമുണ്ട്. ഗോകുൽ VS ടെലിഫോൺ ലൈനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള ശ്രമമാണെന്ന് ഇരുവിഭാഗങ്ങൾ പറയുന്നു. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ശക്തിപ്പെടുത്താനും നീക്കമുണ്ട്. അതേസമയം ഈ RSS BJP നേതാക്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഇതൊരു വ്യക്തി വൈരാഗ്യത്തിൽ നിന്നുണ്ടായ തർക്കമാണ് എന്ന നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതായത് ഇത് ഏറ്റവും പ്രശ്നം ഈ RSS നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഇങ്ങനെ പറയുമ്പോൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത്, കരോളുമായി പോയത്. അവരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് കൃഷ്ണകുമാർ പറയുന്നതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധേയമായി കാണേണ്ടത്. ഇതിനെ തുടർന്നാണ് ഈ വിഷയം ഒരു വിവാദമാവുകയും ഈ ശ്രീ കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ കോൺഗ്രസും രംഗത്ത് വരികയും ചെയ്തത്. ജില്ലയിൽ 2500 യൂണിറ്റിലും ഡിവൈഎഫ്ഐ പ്രതിഷേധ കരോൾ നടത്തുമെന്നും RSSനെ തടയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുമാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഡിവൈഎഫ്ഐ പ്രസിഡന്റായ ജയദേവൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ചൊരു കുറിപ്പും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. C കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാഡിയെ ആണെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. കുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുണ്ടായ RSS ആക്രമണത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നതിലൂടെ കൃഷ്ണകുമാർ യഥാർത്ഥ വർഗീയ മുഖം വെളിപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസും ഇത് സംബന്ധിച്ചൊരു പത്രപ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. ആ പത്രപ്രസ്താവനയിലും കൃഷ്ണകുമാറിനെതിരെയുള്ള പരാമർശങ്ങളുണ്ട്. കാരണം ഇത്തരത്തിൽ കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ആക്രമണത്തിൽ പ്രതിയായ ആൾ ഒരു BJP പ്രവർത്തകനാണെന്നുള്ളതാണ് കോൺഗ്രസും CPM ഒക്കെ തന്നെ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അത്തരത്തിൽ ഒരു RSSന്റെ ആക്രമണമാണിതെന്നാണ് കോൺഗ്രസും BJP ഒക്കെ തന്നെ ആരോപിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് പറയുന്നത് ഈ ആക്രമിച്ച ആൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. കാപ്പ കേസ് അടക്കമുള്ള ആളാണ്. ഇയാൾ ഇതിന് മദ്യപിച്ച് ഈ കുട്ടികളെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാറിന്റെ പ്രസ്താവന കൂടി വരുന്നത്. കൃഷ്ണകുമാർ പറയുന്നത് ഈ കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന കൂടി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദമായത്.